ഹലോ, എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2021 മോഡലായിട്ടുള്ള ഒരു സ്വിഫ്റ്റാണ്. പെട്രോളാണ് വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ടാവില്ല കേട്ടോ. അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ ഒരു വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 1,85,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ സൈഡിൽ നിന്ന്, അതായത് ഗിയർ മാറുന്നതിൻ്റെ ഒരു സൗണ്ട്. ന്യൂട്രാക്കുമ്പോൾ ഇല്ല. നമുക്കത് എങ്ങനെയാണ് നോക്കാം ഫസ്റ്റ്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത്, അതായത് ML ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു സംഭവം ഇല്ല. ഫസ്റ്റ് ഗിയറിൽ വീഴുമ്പോൾ ആ സൗണ്ട് ഇല്ല. റിവേഴ്സ് ഗിയറിൽ മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ നമുക്കത് നല്ലപോലെ സൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബോണറ്റ് ഒന്ന് തുറന്നിട്ട് ആ ഇഞ്ചിൻ സൈഡും കൂടി നമുക്കൊന്ന് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട്. AC ഓഫ് ചെയ്യ്. ന്യൂട്രാക്കിയിട്ട് ഒന്നും കൂടി ഇട്. ഫസ്റ്റ് ഗിയർ ഇട്. റിവേഴ്സ് ഇട്. സൗണ്ട് കേട്ടില്ലേ? ഇതാണ് സംഭവം. ഇനി നമ്മൾക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലൊന്നും നോക്കാനായിട്ടില്ല. അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലസ്റ്ററിലോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും നമുക്ക് കോഡൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് P080A ആണ്. ക്ലച്ച് പൊസിഷൻ നോട്ട് ലേൺ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ക്ലച്ച് പൊസിഷൻ ഒന്ന് നമുക്കൊന്ന് ലേൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റിയിലാണ് നമ്മളത് നോക്കുന്നത്. അപ്പോൾ ക്ലച്ച് ലേൺ പറഞ്ഞിട്ടൊരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊന്ന് കൊടുക്കാം, സ്റ്റാർട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുക നിലവിൽ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുന്ന കേസാണ്. ഏകദേശം ഒരു 17-18 മിനിറ്റിൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ വർക്കുകൾ ചെയ്യുന്ന, വർക്ക്ഷോപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉപകാരപ്പെടും എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AMTയുടെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓരോരോ കംപ്ലയിൻറ്റിനും ഓരോരോ രീതിക്കാണ് നമ്മൾക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കോഡ് കാണുന്ന സമയത്ത് നമ്മുടെ സ്കാൻ ടൂൾ വെച്ചിട്ട് ഫസ്റ്റ് നമുക്കത് ലേണിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് എല്ലാ സംഭവങ്ങളും ഓക്കെ കൊടുക്കുക. അത് നോക്കി വായിച്ച് നമ്മൾക്ക് ചെയ്യേണ്ട കേസ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെയ്തിട്ട് നിൽക്കാം. റീഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനൽ സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇഗ്നീഷൻ ഒന്ന് ഓഫ് പൊസിഷനിൽ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ലേൺ കൊടുക്കാനാണ് പറയണത്. അപ്പോൾ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇഗ്നീഷൻ ടേൺ ഓൺ ചെയ്തിട്ട് ഒന്ന് കൊടുക്കാൻ താഴെ ആ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്, അതിലാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. സംഭവം ലേൺ ആയിട്ടില്ല, കംപ്ലൈൻ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അതായത് ഫങ്ഷൻ അതിൽ വർക്കാവുന്നില്ല. അതായത് ഈ ലേണിംഗ് ക്ലച്ച് പൊസിഷൻ ലേൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സംഭവം അത് ആവുന്നില്ല കേട്ടോ. അപ്പം ഇനി നമ്മൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗിയർ നമ്മൾക്ക് ഒന്ന് ലേൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. DTCയിൽ വല്ലതും കിടക്കണ്ടോ എന്നുള്ളത്. നിലവിലെന്തായാലും അത് പോയിട്ടുണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിൻ, TCM, ഓട്ടോമാറ്റിക്കിൻ്റെ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. കണ്ട, അത് പോയിട്ടില്ല. വീണ്ടും ആ ഒരു കോഡ് കറണ്ടിൽ തന്നെ നിലവിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. DTC ക്ലിയർ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പോകുന്നുണ്ടോ ഒന്നും കൂടി നമുക്കത് ചെക്ക് ചെയ്യാം. ഒന്നും കൂടി ഓക്കെ കൊടുത്തു, ക്ലിയർ കൊടുത്തു, ക്ലോസ്. കണ്ടോ, പോകുന്നില്ല.
ഇനി നമുക്കില്ല ആൾ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇതിൽ ഉണ്ട്. അത് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അവസാനത്തെ പൊടിക്കൈയാണ്. ഇത് കൊടുത്തിട്ടും ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ആ ഒരു P080A എന്ന് പറയുന്ന ഒരു കോഡ് പ്രകാരം നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ പ്രകാരം ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇഗ്നിഷൻ ഓൺ ചെയ്യുക, ഒന്നുകൂടി കൊടുക്കാം. പ്രോസസ്സിങ്ങിലാണ്. ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സമയത്ത് ചെയ്യരുത്. ഒരു ഭാഗത്ത് വാഹനം ഒതുക്കിയിട്ട് പിന്നീട് വണ്ടി അങ്ങോട്ടും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു AMTക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ലേണിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനിപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ക്ലസ്റ്ററിൽ കാണിക്കും. നോക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ഗിയർ വീണു, ന്യൂട്രൽ, തേർഡ്, ഫോർത്ത്, തേർഡ്. അതായത് ആ ലേണിംഗ് ഗിയറെല്ലാം സെലക്ട് ചെയ്തിട്ട് ഓക്കെ ആണെന്നുള്ളത് നോക്കുകയാണ്. ഫിഫ്ത്ത് ഗിയർ ന്യൂട്രൽ, റിവേഴ്സ്. ഗിയറെല്ലാം പക്കയായിട്ട് ലേണിംഗ് ആണ്, അതെല്ലാം പക്കയായിട്ട് വീഴുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ ഒന്ന് ഓക്കെ കൊടുക്കാം കേട്ടോ. ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം. പ്ലീസ് വെയിറ്റിംഗ്. ഓക്കെ, ഇനി ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് ഒന്ന് ഓക്കെ കൊടുക്കാം നമ്മൾക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നും കൂടി ഓക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ ലെവലെന്നുള്ളതേ. ഇഗ്നിഷൻ ഒന്നും കൂടി ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രകാരം നമുക്ക് ചെയ്യാം. എററാണ് സംഭവം റെഡി ആയിട്ടില്ല കേട്ടോ. കംപ്ലൈൻ്റ് ആണ് നിലവിൽ. അപ്പോൾ ഇനി നമ്മൾക്കൊന്നും നോക്കാനില്ല, സർവീസ് മാനുവൽ എടുക്കാം. അത് ആ പ്രകാരം നമ്മൾക്ക് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. സർവീസ് മാനുവലിൽ പോകുന്ന സമയത്ത് P080A, P185A, P185B ഈ ഒരു DTs വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിബിൾ ഏരിയ ഈ ഒരു ഭാഗങ്ങൾക്കൊക്കെ കംപ്ലൈൻ്റ് ആവും എന്നുള്ളതാണ്. ക്ലച്ച് ഡിസ്ക്, ക്ലച്ച് കവർ, ഫ്ലൈ വീല്, ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ്, TCM ആ യൂണിറ്റും അതിൻ്റെ TCM കംപ്ലൈൻ്റ് ആവും എന്നുള്ളതാണ്. അതിൽ ചൈൽഡ് പാർട്ട് ഒരുപാട് വരുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങൾക്ക് കംപ്ലൈൻ്റ് ആവും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് നമ്മൾക്കൊന്ന് അഴിച്ചെടുക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ബാറ്ററി നൈറ്റ് എല്ലാം ഊരി വെച്ച് ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ AMT അത് മൊത്തം അങ്ങോട്ട് അഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അഴിച്ച് നമുക്കൊരു ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ ക്ലച്ച് മുഴുവനൊന്ന് അഴിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മളിതെല്ലാം അഴിച്ചു കേട്ടോ. അഴിച്ചിട്ട് ഈ ഫ്ലൈ വീൽ ബെയറിങ്ങിൽ നോക്കുന്ന സമയത്തേ അത് മൊത്തം സ്ട്രക്കായി കിടക്കുകയാണ്. ഉരുകി പിടിച്ച് അങ്ങോട്ട് കിടക്കുക, അങ്ങോട്ടും തിരിയുന്നില്ല. സംഭവം ഇത് തന്നെയാണ് കേട്ടോ. അത് ലേൺ ആവാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം ലേൺ ആക്കുന്ന സമയത്ത് ഇത് മൊത്തം റിലീസായി കറങ്ങണം, അങ്ങനെ കറങ്ങുന്നില്ല. അപ്പോൾ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്തും ആ ഒരു സ്റ്റക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറങ്ങുന്ന സമയത്ത് ആ ഫ്ലൈ വീൽ ബെയറിങ് കറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റ്. റിലീസ് ബെയറിങ്ങും ഒരു ശകലം ടൈറ്റ് ഉണ്ട്, അത്രത്തോളം ഇല്ല. എന്തായാലും നമ്മൾ ഇത് അഴിച്ച സ്ഥിതിക്ക് ഈ റിലീസ് ബെയറിങ്, ഫ്ലൈ വീൽ ബെയറിങ്, ക്ലച്ച് ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റണം. ഇല്ലെങ്കിൽ പിന്നീടും കംപ്ലൈൻ്റ് ആവും. ഏകദേശം ഈ ഒരു 1000 കിലോമീറ്റർ ഓടിയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ മൊത്തം ലൂബ്രിക്കേറ്റ് ചെയ്ത് നല്ലപോലെ ലൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ക്ലച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതും ആയിട്ടുണ്ട്.
റിവിറ്റ് ഒരു സൈഡ് റിവിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് നമ്മൾ അമർത്തി നോക്കുന്ന സമയത്ത് ഇത് അമരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലൈ വീൽ ബെയറിങ് മാറ്റി പിന്നെ ഈ റിലീസ് ബെയറിങ് കറക്റ്റായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിലീസ് ബെയറിങ് അപ്പോൾ നമുക്ക് കുറച്ച് പാർട്സുകൾ മാറ്റാനുണ്ട്. ഇത് ഫ്ലൈ വീൽ ബെയറിങ് ആണ് കേട്ടോ. 140 രൂപ വില വരുന്നുണ്ട്. ഇത് ഡിസ്ക്കാണ്, 1405 രൂപ വില വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് ഉണ്ട് ഇതിന്, പ്രഷർ പ്ലേറ്റ്, അത് 1355 രൂപ അത് വില വരുന്നുണ്ട്. ആ 2 എണ്ണം അങ്ങനെയായി. പിന്നെ അതിൻ്റെ റിലീസ് ബെയറിങ് കൂടി വരുന്നുണ്ട്. ആ റിലീസ് ബെയറിങ്ങിന് ഏകദേശം 535 രൂപയാണ് അതും വരുന്നത്. അപ്പോൾ ഇത്രയധികം പാർട്സുകൾ ഫസ്റ്റ് നമുക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും എല്ലാം മാറ്റി ഇതിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് മാനുവൽ ടോർക്ക് നമ്മൾ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ക്ലച്ച് ടൈറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ബാക്കി എല്ലാ ബോൾട്ടുകളും ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ AMT യൂണിറ്റ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാനുവലിൽ പറയുന്ന അതേ ടോർക്ക് തന്നെയാണ് എല്ലാ നെട്ട് ബോൾട്ടുകളിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DTC ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എൻ്റെ ഇഞ്ചൻ അതേപോലെ തന്നെ TCM എടുത്തിട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അത് കറണ്ടിലാണ് കിടക്കുന്നത് DTC. ഇനി നമുക്കിതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചനും TCM വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ഡൺ. ക്ലിയർ ആവുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യൂട്ടിലിറ്റിയിൽ നമുക്ക് ക്ലച്ച് ലേണിംഗ് അത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു പ്രോസസ്സിംഗ് ആണ്, അതേമാതിരി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. അഡീഷണലായിട്ട് ലൈറ്റോ വേറെ വല്ല സ്റ്റീരിയോ ഒക്കെ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓഫ് ചെയ്തു. ഓക്കെ കൊടുത്തു. പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് ഒന്ന് കൊടുക്കണം. അതേപോലെ തന്നെ ഇനി ഒന്ന് ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് ഓക്കെ ഒന്ന് കൊടുക്കാം. ഓക്കെ ആണത്. റീഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ AMTയുടെ, അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രോസസ്സിങ് ഇപ്പോൾ ആദ്യം ആയപ്പോൾ തന്നെ ആ ലൈറ്റ് ഓഫായിട്ടുണ്ട്. ഇനി ഒന്ന് ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം ഒന്ന് കൊടുക്കാം. ഓക്കെ, അക്സെപ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്ലിയറായി. ഇതാണ് സംഭവം. ഇനി നമ്മൾ ആ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല, കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് നോട്ട് ഉണ്ട്. ആ ലൈറ്റും പോയിട്ടുണ്ട് ഇതിന്ന്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾക്ക് ഇനി റിവേഴ്സ് ഒന്നിട്ട് നോക്കാം കേട്ടോ. കണ്ടോ, ആ ഒരു ജെർക്കിങ്ങും ആ ഒരു സൗണ്ടും എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. എല്ലാ ഗിയറിലും പ്രോപ്പറായിട്ട് വീഴുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ മാനുവലിലും നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച് നോക്കണം, അതും കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്നറിയാം. അപ്പോൾ ഏകദേശം ഈ ഒരു വെഹിക്കിളിന് ഈ ഒരു ക്ലച്ച് മാറ്റാനായിട്ട് വന്നിരിക്കുന്ന പാർട്സിൻ്റെ എമൗണ്ട് 3435 രൂപയാണ് പാർട്സിൻ്റെ എമൗണ്ട്. നമ്മൾക്കത് ലേബർ മാറ്റാനായിട്ട് 2800 രൂപ. പിന്നെ നമ്മുടെ ഈ STTയിൽ സ്കാൻ ചെയ്യുന്നതിൻ്റെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് 480 രൂപ. അപ്പോൾ നമുക്ക് ഈ ലേബറുടെയും ഒരു 3000 സംതിങ് രൂപയുടെ ടാക്സും കൂടി വരും. ഒരു 28% ടാക്സും കൂടി വരും. അപ്പോൾ ഏകദേശം നമ്മൾക്ക് ഒരു 7500 ഉള്ളിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇടയ്ക്ക് വണ്ടി ഓഫ് ആവുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സംഭവം ഇത് തന്നെയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ ഓടിപ്പോയി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹീറ്റായിരിക്കും. ആ സമയത്ത് ആ ഫ്ലൈ വീലൊന്നും
സംഭവം തിരിയില്ല. അപ്പോൾ ഗിയർ ഏതിലാണോ, റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ്, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ, ആ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവില്ല. വണ്ടി ന്യൂട്രൽ ആയാലല്ലേ സ്റ്റാർട്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ട് നമുക്ക് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു AMT വെഹിക്കിൾ വെച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വാഹനങ്ങളെ കുറിച്ചിട്ട് എന്തായാലും നല്ലപോലെ അറിഞ്ഞിരിക്കുക. നമ്മൾ അറിയാത്ത ഷോപ്പുകളിലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ എല്ലാ സാധനങ്ങളും പിടിച്ച് മാറ്റി പൈസ ഒരുപാടാവും. നമുക്ക് ഇതിൻ്റെ പാർട്ടുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. ഈ ഒരു AMTൻ്റെ യൂണിറ്റിൻ്റെ സംഭവങ്ങൾക്കൊക്കെ ചൈൽഡ് പാർട്ട് വരുന്നുണ്ട്, എന്നാലും പാർട്സിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാം കേട്ടോ. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ ഗിയറുകളും വർക്കാവുന്നുണ്ട്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി ഇനി നമുക്ക് കാണാം.